IPL ആദ്യ എഡിഷനിലെ ജേതാക്കൾ. പിന്നീടുള്ള 17 വർഷങ്ങളിൽ കപ്പ് മാത്രം അകന്നു നിന്നൊരു ടീം. സീസൺ ആരംഭിക്കുന്നതിന് മുമ്പേ വിവാദങ്ങളും പ്രതിസന്ധികളും നേരിട്ട് ഒടുവിൽ 0-ൽ നിന്ന് രാജസ്ഥാൻ വീണ്ടും തുടങ്ങാനൊരുങ്ങി. (2021) മുതൽ ടീമിനെ നയിച്ച, 2008 ശേഷം ആദ്യമായി ടീമിനെ 2022 ഫൈനലിലെത്തിച്ച 5 സീസണുകൾ കൊണ്ട് രാജസ്ഥാനെ IPL പോപ്പുലർ ടീമുകളിൽ ഒന്നാക്കി മാറ്റിയ ക്യാപ്റ്റൻ സഞ്ജുവിനെ കൈവിട്ട് കളഞ്ഞാണ് സീസണിന് മുന്നേ രാജസ്ഥാൻ ആരാധകരെ ഞെട്ടിച്ചത്. പിന്നാലെ രാഹുൽ ദ്രാവിഡ് ടീം മുഖ്യപരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നു. സംഘക്കാര ആ സ്ഥാനം ഏറ്റെടുക്കുന്നു. സഞ്ജുവിന് പകരം ട്രേഡിലൂടെ ജഡേജയെ കൂടാരത്തിലെത്തിക്കുന്നു. ടീം വിൽപ്പനയ്ക്കെന്ന റൂമറുകൾ വരുന്നു. ഏറ്റവും ഒടുവിൽ റിയാൻ പരാഗിനെ ക്യാപ്റ്റനായി അനൗൺസ് ചെയ്യുന്നു. ഇവന്റ്ഫുള്ളായ 3-4 മാസങ്ങൾക്കൊടുവിലാണ് രാജസ്ഥാൻ പുതിയ സീസൺ എത്തുന്നത്. വൈഭവ് സൂര്യവംശി, യശസ്വി ജയ്സ്വാൾ, ഷിംറോൺ ഹെറ്റ്മെയർ, ധ്രുവ് ജുറേൽ, ജോഫ്ര ആർച്ചർ, രവി ബിഷ്ണോയി, സന്ദീപ് ശർമ്മ തുടങ്ങിയ പ്രധാന താരങ്ങൾക്ക് ചുറ്റും ബിൽഡ് ചെയ്തൊരു സ്ക്വാഡുമായാണ് അവരുടെ വരവ്. ബാറ്റിംഗിൽ ശുഭം ദുബെ, പ്രിട്ടോറിയസ്, ഓൾറൗണ്ടർമാരിൽ ഡൊനോവൻ ഫെറേര, ബൗളിംഗിൽ ആദം മിൽനെ, വിഘ്നേഷ് പുത്തൂർ, മഫാക്ക തുടങ്ങിയവർ ടീമിന് ബാലൻസ് നൽകുമെന്നാണ് പ്രതീക്ഷ. സഞ്ജുവില്ലാത്ത രാജസ്ഥാനെ ആരാധകർ മിസ് ചെയ്യുമെങ്കിലും സംഘക്കാര ഈ ടീമിൽ പ്രതീക്ഷ വയ്ക്കാൻ ഒരു കാരണമാകുന്നു. അണ്ടർ-19 ലോകകപ്പിലെ പ്രകടനം വൈഭവ് സൂര്യവംശിയും T20 ലോകകപ്പിലെ പ്രകടനം ഹെറ്റ്മെയറും തുടർന്നാൽ രാജസ്ഥാൻ എതിർ ടീമുകൾക്ക് തലവേദനയാകുമെന്ന് ഉറപ്പാണ്.